everyone, welcome back to our YouTube family. അപ്പോൾ ഇന്ന് നമ്മൾ ഫോട്ടോ പ്രിൻറ്റിൻ്റെ എഡിബിൾ അല്ല നോൺ എഡിബിൾ ആയിട്ടുള്ള ഫോട്ടോ പ്രിൻറ്റിൻ്റെ ഒരു കേക്കിൻ്റെ ഡെക്കറേഷൻസും പിന്നെ ബർത്ത്ഡേ സ്പെഷ്യൽ ആയിട്ടുള്ള ട്രീറ്റും പിന്നെ എന്താ പറയുക ബർത്ത്ഡേയും ഒരു സർപ്രൈസും അങ്ങനെ കുറേ കുഞ്ഞു കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ ഒരു ഫോട്ടോ പ്രിൻറ്റിൻ്റെത് ആദ്യം തന്നെ സൈഡിലുള്ള വൈറ്റ് പോർഷൻസ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. പിന്നെ നമ്മൾ എത്രയാണോ ടിന്നിൻ്റെ സൈസ് കേക്കിൻ്റെ സൈസ് അതൊക്കെ നോക്കിയിട്ട് അത് കവർ ചെയ്യുമ്പോൾ ഉള്ള സൈസൊക്കെ നമ്മൾ നോക്കിയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് മുകളിൽ ഞാൻ സീക്രട്ട് മെസ്സേജ് എന്നുള്ള രീതിയിലാണ് ഈ ഒരു കേക്ക് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന സീക്രട്ട് മെസ്സേജ് എന്നുള്ള ആ ഒരു തീമിൽ ചെയ്യാൻ വേണ്ടി കാരണം ഞാനിത് എടുത്തു വെച്ചിട്ട് തന്നെ കുറേ നാളായി ഈ ഫോട്ടോ പ്രിൻറ്റ്. അപ്പോൾ ഇതാണ് കട ബർത്ത്ഡേ ആണ്. അപ്പോൾ സ്പെഷ്യലായിട്ട് നമ്മൾ സിമ്പിളായിട്ടാണ്, ഒരുപാട് ഹെവിയൊന്നും ഇല്ല, സിമ്പിളായിട്ടുള്ള ഡെക്കറേഷൻസും ഫ്ലവേഴ്സും നമ്മുടെ കേക്കിൻ്റെ തന്നെ ഫ്ലവേഴ്സൊക്കെ എടുത്ത് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതാട്ടോ. അപ്പോൾ അതൊക്കെ എല്ലാം സെറ്റ് ചെയ്തു. അടിയിലും അതൊക്കെ ഉണ്ട്, നമ്മുടെ ഷീട്ടും അതിൻ്റെ ബാക്കി ഐറ്റംസൊക്കെ പാക്ക് ചെയ്തു ഗിഫ്റ്റ് ടൈപ്പിൽ പാക്ക് ചെയ്ത് ഞാൻ സെറ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ ഞാൻ സിമ്പിളായിട്ട് ഞാൻ വെറുതെ ചുമ്മാ ഈ ഒരു കാര്യങ്ങളൊക്കെ എടുത്ത് സെറ്റ് ചെയ്തേ ഉള്ളൂ. അപ്പം ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ സർപ്രൈസ് ആയിട്ട് ബർത്ത്ഡേ ഗിഫ്റ്റ് അൽഹംദുലില്ലാ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും മാഷാല്ലാ നല്ല ഷർട്ട്, ആ ഷർട്ടിൻ്റെ കളേഴ്സും ഒക്കെ നല്ല ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാക്കിയുള്ള ഡെക്കറേഷൻസ് കാണണ്ടേ. അപ്പോൾ ഇത് ഞാൻ ഒരുപാട് ലേറ്റ് ആയിട്ടാണ് ഈ ഒരു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓൾറെഡി ഒരു കേക്ക് വേറെ ഒന്ന് ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം വർക്ക് ലാസ്റ്റ് രാത്രി അത്യാവശ്യം ലേറ്റ് ആയിട്ട് തന്നെയാണ് ഈ ഒരു ഡിസൈനിങ് ചെയ്തിട്ട് ഫോട്ടോയും വീഡിയോസും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ടാണ് കിടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ഫോണ്ടൻറ്റ് അധികം ഒരുപാട് നമ്മൾ CMC പൗഡറോ അല്ലെങ്കിൽ കോൺഫ്ലവറോ ചേർത്തിട്ട് നമ്മൾ ഫോണ്ടൻറ്റ് പരത്തരുത്. ഇത് ഞാൻ മുകൾ ഭാഗത്ത് ഫുൾ കവറിങ് ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. കാരണം സൈഡ് ഫുള്ളായിട്ടും നമ്മൾ കവർ ചെയ്യുന്നത് ഫോട്ടോ പ്രിൻ്റാണ്. നോൺ എഡിബിൾ ആയിട്ടുള്ളതുണ്ട്, എഡിബിൾ ആയിട്ടുള്ളതുണ്ട്, അങ്ങനെ പല ടൈപ്പിലുണ്ട് നമുക്ക് ഫോട്ടോ പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് മുകൾ ഭാഗത്ത് ഫുൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അത്യാവശ്യം വലിയൊരു ബോളാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് പ്ലെയിൻ ആയിട്ട് വൈറ്റ് ഫോണ്ടൻറ്റ് തന്നെ പരത്തിയിട്ട് ആ ഒരു ടിന്നിന് കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്ത്. പിന്നെ കുറേ ആൾക്കാർ പറയാറുണ്ട് മോട്ടിവേഷൻ ക്ലാസ്സും വീഡിയോസും കുറേ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് ഒരുപാട് യൂസ്ഫുൾ ആവുന്നുണ്ട് എന്ന്. അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള പല വീഡിയോസും ആണ് എന്ന് കേൾക്കുമ്പോൾ തന്നെ അൽഹംദുലില്ലാ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരുപാട് വീഡിയോസും കാര്യങ്ങളും ഇടാൻ വേണ്ടിയിട്ട് ചില സമയത്ത് സമയം ഒട്ടും കിട്ടാറില്ല. അപ്പോൾ ഇതും ആ ഒരു രീതിയിൽ തന്നെയാണ് ഫുൾ കവറിങ്ങിൻ്റെ വീഡിയോസ് ഞാൻ മിസ്സായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ കേക്കിൻ്റെ ഡിസൈൻസും കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോസ് എടുത്തിട്ടുണ്ട് എന്ന് വിചാരിച്ചിട്ടുണ്ടാവും, പക്ഷേ പ്രസ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ വിചാരിക്കുക. പക്ഷേ അത് റെക്കോർഡിംഗ് ആയിട്ടില്ല എന്നുള്ളത് പിന്നീടാണ് പണി പറ്റിയ കാര്യം മനസ്സിലാവുക. അപ്പോൾ കുറേ കാര്യങ്ങൾ ഇതുപോലെ മിസ്സിങ് ആകാറുണ്ട് കേട്ടോ. പിന്നെ പല കേക്ക്സിൻ്റെയും നമ്മൾ ഒരുപാട് കൊടുത്തിട്ടുള്ള ഡിസൈൻസ് തന്നെയാണെങ്കിൽ അത് വീഡിയോസ് എടുക്കാൻ നിൽക്കാറില്ല. ചില വീഡിയോസ് എടുക്കാൻ പോലും ഓർമ്മയുണ്ടാവില്ല, പെട്ടെന്ന് കിട്ടുന്ന ഓർഡേഴ്സൊക്കെ ആയിരിക്കും. അല്ലെങ്കിൽ ചില സമയത്ത് വീഡിയോസൊന്നും എടുക്കാനുള്ള മൂഡ് ഉണ്ടാവില്ല. ആ ഒരു തിരക്കും ഒക്കെ ആകുമ്പം ഒരുപാട് ഭയങ്കര മടുപ്പ് പിടിക്കുന്ന പോലത്തെ അവസ്ഥയായി പോകും. അപ്പോൾ വീഡിയോസ് എടുക്കുമ്പോൾ അത് അവിടെ ചെയ്ത് ഇവിടെ സെറ്റാക്കി ഫുൾ ക്ലീൻ ചെയ്ത് അങ്ങനെയാകുന്ന സമയത്ത് മതി വീഡിയോസ് എടുക്കണ്ട എന്ന് വിചാരിച്ചിട്ടൊക്കെ ഞാൻ ഒഴിവാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഗ്രീൻ കളറാണ് നമ്മളെ കേക്കിൻ്റെ കളർ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വൈറ്റിൽ ഗ്രീൻ കളർ തന്നെയാണ്, ഒലീവ് ഗ്രീന് പിന്നെ ഡാർക്ക് ഗ്രീൻ അങ്ങനെ ഏത് ഗ്രീനും ആണ് യൂസ് ചെയ്യാൻ. ഞാൻ അതിനൊരു മാച്ചിങ് ആയിട്ടുള്ള ഗ്രീന് ബ്രഷ് വെച്ചിട്ട് എഴുതി കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ കോൺഫ്ലവർ ആണ് കൊടുത്തിട്ടുള്ളത്, പെട്ടെന്ന് ഡ്രൈ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്, ആ എഴുത്ത് ഡ്രൈ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടോ. അപ്പോൾ അങ്ങനെയാകുന്ന സമയത്ത് നല്ല പെട്ടെന്ന് തന്നെ ഡ്രൈ ആയിട്ടും അധികം പെരങ്ങാതെയും നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിൽ ചെയ്തതിന് ശേഷം ഈ ഒരു ഫോണ്ടൻറ്റിൻ്റെ അത് കട്ട് ചെയ്തിട്ട് അത് ഉള്ളിലോട്ടായിട്ട് ഇറക്കിയിട്ട് വെച്ച് കൊടുക്കുകയാണ്. ഒന്നുകിൽ ഇങ്ങനെ തന്നെ വെച്ച് കൊടുക്കാം, ഉള്ളിലായിട്ട് ഇറക്കി വെച്ച് കൊടുക്കുമ്പോഴാണ് നമ്മൾ ആ ഒരു മുകളിലുള്ള ഷീറ്റ് താഴ്ന്നിട്ട് നിൽക്കുക. അല്ലെങ്കിൽ ഇങ്ങനെ ഈ ഒരു ഫോണ്ടൻറ്റിൻ്റെ കനത്തിൽ അതിങ്ങനെ പൊങ്ങി നിൽക്കും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ഒരു പീസ് എടുത്ത് മാറ്റിയിട്ട് ആ പേര് എഴുതിയ പീസ് എടുത്ത് ഉള്ളിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഈ ഒരു ഷീറ്റും പിന്നെ ഫ്ലവറും ഒക്കെ കൊടുത്തു. ഒരുപാട് ഡിസൈനൊന്നും കൊടുക്കാതെ സിമ്പിളായിട്ട് ഡെക്കറേഷൻസ് ആണ്. അപ്പോൾ ഞാനിതിങ്ങനെ ജസ്റ്റ് വെച്ച് നോക്കി. അപ്പോൾ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്യുന്ന സമയത്ത് അത് ചെറുങ്ങനെ അവിടെ ഒട്ടിയിട്ട് നിൽക്കും കേട്ടോ.
പിന്നെ നമ്മൾ കുറേ ആൾക്കാരുടെ പ്രശ്നമാണ് കേക്കൊക്കെ അത്യാവശ്യം യൂട്യൂബിൽ വഴി പഠിച്ചു, കുറേ ടിപ്സും ട്രിക്സും ഒക്കെ നമ്മുടെ ചാനൽ വഴി കണ്ടു. കേക്കൊക്കെ ഉണ്ടാക്കാൻ അറിയാം. നമ്മുടെ സ്റ്റുഡൻസ് ആയാലും ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് അത്യാവശ്യം എല്ലാ കാര്യങ്ങളും നമ്മുടെ ചാനൽ വഴിയും നമ്മുടെ ക്ലാസ് വഴിയും ഓൺലൈനും ഓഫ്ലൈനും ഒക്കെ ആയിട്ട് ഒക്കെ പഠിച്ച് ഏകദേശം റെഡിയായി. പക്ഷെ എന്താ പറയുക, നമുക്ക് സെയിൽ കിട്ടുന്നില്ല, കസ്റ്റമേഴ്സ് വരുന്നില്ല, അങ്ങനെയുള്ള കുറേ ഇഷ്യൂസൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിനുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത്, ഒന്ന് നിങ്ങൾ മെയിനായിട്ട് പെർഫെക്റ്റ് ആയിട്ട് കേക്ക് സ്പഞ്ച് ഉണ്ടാക്കാൻ പഠിക്കുക, കേക്കിൻ്റെ ഫുള്ളായിട്ട് ഉണ്ടാക്കാൻ പഠിക്കുക. അതിന് ശേഷം മാത്രം നമ്മൾ സെയിലിൽ ഇറങ്ങുക. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ അന്നത്തെ ദിവസം തന്നെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, നമ്മളെ ബേക്കേഴ്സ് അസോസിയേഷൻ്റെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. നമ്മുടെ കമ്മിറ്റി മെമ്പേഴ്സ്ക്ക് ഒരു 6-7 പേര് കൂടെ ഒന്ന് മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫലൂദ എന്ന് പറഞ്ഞ തളിപ്പറമ്പിലുള്ള ഷോപ്പിലാണ് നമ്മൾ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ ജസ്റ്റ് വീഡിയോസിൽ എടുത്തതേ ഉള്ളൂ. അപ്പോൾ പിസ്സയും സ്വീറ്റ്സും പിന്നെ പാനിപ്പൂരി പിന്നെ ജ്യൂസ് ഐറ്റംസ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ കുറച്ച് നേരത്തെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ ലേറ്റ് ആയിട്ടാണ് പോയത്. കുറച്ച് ആവശ്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് പോകാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇക്കാടെ ബർത്ത്ഡേൻ്റെ അന്ന് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അവരോട് സംസാരിച്ച് നമ്മുടെ പേപ്പേഴ്സ്, എൻ്റെ അടുത്തുള്ള പേപ്പേഴ്സ് അവർക്ക് കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ കമ്മിറ്റി മെമ്പേഴ്സാണ് നമ്മളെല്ലാവരും ഒന്ന് ഒത്തുകൂടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് കുറച്ച് പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ കൊറിയർ വഴി വന്നത് എല്ലാവരും കൂടി ഒരുമിച്ച് കൊണ്ടുവച്ച് അതെല്ലാം കൂടി കുറച്ച് എഴുതാനും കുത്താനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എഴുതി ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളൊരു മീറ്റപ്പിൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു 5 മാസത്തോളമായി ആ ഒരു മീറ്റപ്പ് കഴിഞ്ഞിട്ട്. അതിനുശേഷം വേറെയും ഒരു ഗ്രൂപ്പിൻ്റെ മീറ്റപ്പ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ 2 മാസം അങ്ങനെ ആവുന്നത് അത്രേ. അപ്പോൾ അത്യാവശ്യം നമ്മുടെ മീറ്റപ്പും കാര്യങ്ങളും എല്ലാം തിരക്കും കാര്യങ്ങളൊക്കെ ആ ഒരു കഴിഞ്ഞു. പിന്നെ അന്ന് രാത്രിത്തെ ഫുഡ് നല്ല അടിപൊളി വലിയ ചെമ്മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇക്കാടെ ബർത്ത്ഡേക്ക് സ്പെഷ്യലായിട്ട് നമ്മുടെ സ്പെഷ്യൽ ബിരിയാണി ആക്കാലോ എന്ന് വിചാരിച്ചിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ്. അപ്പം ഞാൻ പോകുമ്പോഴേക്ക് തന്നെ വാങ്ങിയിട്ട് ഉമ്മയുടെ കൈ കൊടുത്തിട്ട് അതൊന്ന് ക്ലീൻ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞേൽപ്പിച്ചു. അപ്പോൾ ഉമ്മ എല്ലാം ക്ലീൻ ചെയ്ത് സെറ്റാക്കി ഞാനത് മസാലയൊക്കെ പെരക്കി ഫ്രൈ ചെയ്യാനും മസാലയൊക്കെ ആക്കിയിട്ട് നല്ല അടിപൊളി ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാൻ കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ മാരിനേറ്റ് ചെയ്തിട്ട് കുറച്ച് സമയം വെച്ചിട്ടുണ്ടായിരുന്നു, എന്നിട്ടാണ് ഫ്രൈ ചെയ്തത്. പിന്നെ പീസസ് ആയിട്ടുള്ള മീനും കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഇത് ലാസ്റ്റ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. അപ്പോഴേക്കും നമ്മുടെ ബ്രദറിൻ്റെ കുറച്ച് ഫുഡ് ഐറ്റംസും അങ്ങനെ കുറച്ച് സർപ്രൈസസും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഫിഷൊക്കെ മാരിനേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഇക്കാക്ക് സ്പെഷ്യലായിട്ട് പായസം കൂടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ കേക്ക്, പായസം, നമ്മുടെ ഡ്രസ്സ്, പിന്നെ ബിരിയാണി, പിന്നെ ബ്രദറിൻ്റെ കുറച്ച് ഐറ്റംസും ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ സർപ്രൈസ് ആയിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഫുള്ളായിട്ട് എക്സൈറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് നമ്മളിതൊക്കെ ഒന്ന് ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മാഷാ അല്ലാ നല്ല രീതിയിൽ തന്നെ അന്നത്തെ ദിവസം കഴിഞ്ഞു. പിന്നെ കുറച്ച് തിരക്കും കാര്യങ്ങളും, നോർമലി കുറച്ച് കേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങളൊന്നും എല്ലാ വീഡിയോസിലും നമുക്ക് ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പല വീഡിയോസിലും പല കാര്യങ്ങളും അപ്പുറം ഇപ്പുറമൊക്കെ മാറിയിട്ടും ഒരു ദിവസത്തെ 1-2 ദിവസത്തെ കാര്യങ്ങൾ ഒറ്റ വീഡിയോസിലൊക്കെ ആയിട്ട് നമ്മളിത് ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് സ്പെഷ്യലായിട്ടുള്ള പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചെമ്മീൻ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഈ ചെമ്മീൻ ഫ്രൈ ആക്കുന്ന സമയത്ത് ഓയിൽ ഒഴിക്കാതെയാണ് ആദ്യം ഈ ഒരു ചെമ്മീനെ ഒന്ന് അടച്ചിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കും, ഒന്ന് വേവിച്ചെടുക്കും. എന്നിട്ടാണ് കുറച്ച് ഓയിൽ ഒഴിക്കുക. കാരണം ചെമ്മീനൊക്കെ ഫ്രൈ ഒക്കെ ചെയ്യാൻ ഇഷ്ടമാണ്. ചെമ്മീൻ ഫ്രൈ കണ്ടു കഴിഞ്ഞാൽ എടുത്ത് കഴിക്കാതെ ഞാൻ വിടാറുമില്ല. പക്ഷേ ഓയിലിൻ്റെ കാര്യത്തിൽ ഭയങ്കര വിഷമാണ്. ഓയിൽ കഴിക്കേണ്ട കാര്യം ചിന്തിക്കുമ്പോഴാണ് ബിരിയാണി വേണ്ടാന്ന് പോലും ചിന്തിച്ചു പോവുക. അപ്പോൾ ഓയിൽ മാക്സിമം കുറച്ചിട്ടാണ് നമ്മൾ അധികം ഫുഡും ഐറ്റംസും ഉണ്ടാക്കുന്നത്. കാരണം ടേസ്റ്റ് നമുക്ക് കഴിക്കാം, പക്ഷെ ഓയിൽ കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഒഴിവാക്കുന്ന കേട്ടോ നല്ലത്. അതിനിടയിൽ അതൊക്കെ ചെമ്മീനൊക്കെ ഒന്ന് വഴറ്റുന്ന ടൈമിൽ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ഒന്ന് കഴിക്കുന്നുണ്ട് ചെമ്മീൻ. ഉമ്മ ഇതാക്കി വെച്ചിട്ടുള്ള ബിരിയാണിക്ക് ഇതാക്കി വെച്ചിട്ടുള്ള നട്ട്സും അതിൽ നിന്ന് കുറേ എടുത്ത് കഴിച്ചതിന് ശേഷമാണ് ആ വീഡിയോസ് കാണിച്ചത് കേട്ടോ. അതിൽ നിന്ന് 4-5 എണ്ണം ഞാൻ എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മസാലയൊക്കെ റെഡിയാക്കി ഉമ്മ ദമ്മിടാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഇതാ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ കണ്ണൂർ തലശ്ശേരി സ്റ്റൈലിലുള്ള ആ ഒരു രീതിയിലാണ് ദം ബിരിയാണി ആക്കുന്നത്. മസാല ആദ്യം ഇട്ടു, ചോറിട്ടു, പിന്നെ മസാല ചോറിൻ്റെ മുകളിലായിട്ടാണ് നമ്മുടെ വറുത്ത് വെച്ചിട്ടുള്ള ഉള്ളിയും കാഷ്യൂനട്ടും നമ്മുടെ മല്ലിച്ചപ്പും മസാലപ്പൊടിയും ഒക്കെ ഇടേണ്ടത്. പക്ഷെ ഞാൻ മറന്നുപോയി, ഞാൻ വീഡിയോസ് എടുക്കുന്ന തിരക്കില്ല, അതൊന്നും ഇടാൻ വേണ്ടിക്ക് വിട്ടുപോയി. പിന്നെ ചെമ്മീനൊക്കെ ഇട്ടതിന് ശേഷമാണ് ഈ പറയുന്ന ഐറ്റംസ് ഒക്കെ ഇട്ടിട്ട് ഒന്ന് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത്. കാരണം ഈ വീഡിയോസ് എടുക്കാൻ നിൽക്കുമ്പോഴെല്ലാം
മറക്കുമെന്ന് പറഞ്ഞ് ഉമ്മ അപ്പുറത്ത് നിന്ന് ഇങ്ങനെ ഒച്ചപ്പാടാക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതൊന്നും നോക്കിയില്ല, വേഗം അതിൻ്റെ മുകളിലേക്ക് തന്നെ ഇട്ടിട്ട് ബാക്കി എല്ലാം കൂടി സെറ്റാക്കിയിട്ട് ദം ചെയ്യാൻ വേണ്ടി. അപ്പം നല്ല ചൂട് ചോറും ചൂട് മസാലയും ഒക്കെ സെറ്റാക്കുന്നതിൻ്റെ ഇടയിൽ ഉമ്മയും നന്നായിട്ട് ചൂടാവുന്നുണ്ടായിരുന്നു. കാരണം അതൊക്കെ അവിടെ ഫോൺ അവിടെ വെച്ച് എന്നെല്ലാം പറഞ്ഞിട്ട് ഉമ്മ ഫുള്ളായിട്ട് ചൂടിലായിരുന്നു. അപ്പോൾ ആ ഉമ്മാനെ ചൂടായ കാര്യങ്ങളൊന്ന് തണുപ്പിച്ചതിന് ശേഷം നമ്മുടെ ദമ്മും കാര്യങ്ങളൊക്കെ ബാക്കി ചെയ്ത് മസാലയും മല്ലിച്ചപ്പും നമ്മുടെ നട്ട്സും. എന്നിട്ട് ഉമ്മ ചോദിക്കുന്നുണ്ട്, ഇതിലുള്ള നട്ട്സല്ലോ ഇവിടെ പോവാൻ ഞാൻ തന്നെ എടുത്ത് കഴിക്കാതെ വേറെ ആരെടുക്കാനല്ലേ. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്തിട്ട് അത് കഴിക്കുന്നുണ്ടായിരുന്നു. ഇത് ഇട്ടിട്ട് ഉമ്മ അങ്ങോട്ട് തിരിയുന്ന സമയത്തും അതിൽ നിന്നും എടുത്ത് കഴിച്ചു. നമ്മുടെ ബ്രദറിൻ്റെ സ്പെഷ്യലായിട്ടുള്ള മന്തി സർപ്രൈസായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. 2 വലിയ പാത്രത്തിലും പിന്നെ വേറൊരു പാക്കും പിന്നെ അൽഫാമും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മാഷാല്ലാ നല്ല രസമുണ്ടായിരുന്നു. ഞാനിതുപോലെയാണ് ആ ഒരു ഫ്രൈ ചെയ്യുന്ന സമയത്ത് ചെമ്മീൻ എടുത്ത് കഴിക്കാൻ, നമ്മുടെ ബിരിയാണിക്ക് ഇടാനുള്ള നട്ട്സ് എടുത്ത് കഴിക്കുക, എന്തെങ്കിലും ഇങ്ങനെ ഫ്രൈ ചെയ്യുന്ന ചിക്കൻ എടുത്ത് കഴിക്കുക. എനിക്ക് ആ ചൂടോടെ എടുത്തിട്ട് ഫ്രൈ ചെയ്യുന്നതൊക്കെ എടുത്ത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് കൊണ്ടുവച്ചാലോ ഭയങ്കര ഫുഡിന് കൺട്രോളുമാണ്. എന്നാൽ ഇത് നേരത്തെ എവിടെ പോയി എന്നുള്ള ചോദ്യമാണെങ്കിൽ അതൊന്നും ഞാൻ നോക്കില്ല. ഫ്രൈ ചെയ്യുന്ന സമയത്ത് ആ ചൂടോടെ എടുത്ത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് ചിക്കൻ ആയിക്കോട്ടെ, ചെമ്മീൻ ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, ബീഫ് ആയിക്കോട്ടെ, അതൊക്കെ എടുത്ത് കഴിക്കും. പക്ഷേ ഫുഡ് കഴിക്കുന്ന സമയത്ത് എല്ലാം കൺട്രോളിങ് ആയിട്ടുള്ള കഴിക്കലാണ്. അപ്പോൾ ഇത് നല്ല അടിപൊളി സാലഡ്സും ചിക്കനും മയോണൈസും. ഭയങ്കരമായിട്ട് ഞാൻ മയോണൈസൊന്നും കഴിക്കൂല, എങ്കിലും ഒരു ഷോ അല്ലേ, അവിടെ വീഡിയോസിൽ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് നല്ല കാന്താരി അൽഫാമും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പൊട്ടിച്ചിട്ട് നിങ്ങളുടെ ഒന്ന് കൊതിപ്പിച്ചിട്ടൊന്ന് കഴിക്കുന്നത് കാണിക്കാതെ പിന്നെ ശരിയില്ലല്ലോ അല്ലേ. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ കുറച്ച് അധികം വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മൾ ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ. കുറേ ആൾക്കാർക്ക് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കേക്ക് ഡെക്കറേഷൻസും മോട്ടിവേഷൻ ക്ലാസ്സും കുറേ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള പായസവും മന്തിയും ചെമ്മീൻ ബിരിയാണിയും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഡ്രസ്സും കേക്കും ഇതൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മടിക്കുന്ന മടിയന്മാരെ ഒന്ന് വീഡിയോസ് ലൈക്ക് ചെയ്തേക്ക് കേട്ടോ.